വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്കെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസും ഉയർത്തിയ വിള്ളൽ വിവാദത്തിന് വൈകാരിക മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ. നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന ഷ്രിങ്കേജാണ് അവിടെ ഉണ്ടായതെന്നും സ്ട്രക്ചറൽ ക്രാക്ക് അല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. താൻ മേശപ്പുറത്ത് കയറിയത് തെറ്റായിപ്പോയി എന്ന് പറയുന്നവരോട് എൻ്റെ നാടിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടി വന്നാൽ ഇതിലും പൊക്കത്തിൽ കയറുമെന്നും കെ രാജൻ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന അധിക്ഷേപ പരാമർശങ്ങൾക്കും കെ രാജൻ മറുപടി നൽകി. കൂലിപ്പണി രാജൻ എന്ന് തന്നെ വിളിക്കുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നും മന്ത്രിയായി പ്രവർത്തിച്ച 5 വർഷം കഴിഞ്ഞപ്പോൾ മുതലാളി എന്ന പേര് കേൾപ്പിച്ചിട്ടല്ലോ എന്നും കെ രാജൻ പറഞ്ഞു. ചൂരൽമലക്കാർക്ക് താനൊരു മന്ത്രിയല്ല, വീട്ടുകാരനാണ്. അവർക്കായി ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ വിള്ളലുണ്ട് എന്ന ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും വയനാട് ടൗൺഷിപ്പിനെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ്. വീടുകൾ നിർമ്മിച്ചതിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ? ടൗൺഷിപ്പിലെ വീടുകളെക്കുറിച്ചുള്ള പരാതികളിൽ അടിസ്ഥാനം എന്ത്? കാണാം RDX റാപ്പ്. വയനാട് ടൗൺഷിപ്പ് കെട്ടിടത്തിലെ വിള്ളൽ വിവാദത്തിൽ വൈകാരികമായിട്ടായിരുന്നു മന്ത്രി കെ രാജന്റെ വിശദീകരണം. വീടുകൾക്ക് വിള്ളൽ എന്ന മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ തോതിൽ പ്രചാരണമുണ്ടായതോടെയാണ് നേരിട്ട് പോയി പരിശോധിച്ചത്. ഘടനാപരമായ വിള്ളലല്ല, നേരിയ ഷ്രിങ്കേജാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പരിശോധനയുടെ ഭാഗമായി പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടുവെന്നും കെ രാജൻ വ്യക്തമാക്കി. നാടിന്റെ അഭിമാനം കാക്കാൻ വേണ്ടി വന്നാൽ ഇതിനും പൊക്കത്തിൽ കയറും. മന്ത്രി എന്നതിലുപരിയായി മനുഷ്യത്വം കാത്തുസൂക്ഷിക്കുന്ന മലയാളികളുടെ കടമ കൂടിയാണിതെന്നും കെ രാജൻ പറഞ്ഞു. ദുരന്തം നടന്ന 21 മാസക്കാലം കഴിയുമ്പോഴും ഒരു മാസത്തെയും വാടകയോ ദിനബത്തയോ ഭക്ഷ്യകൂപ്പണോ മുടങ്ങിയിട്ടില്ല. ഏറ്റവും വേഗത്തിൽ തന്നെ പുനരധിവാസം ഉറപ്പാക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. വിള്ളലിലൂടെ വെള്ളം കിനിഞ്ഞെന്ന് പരാതി പറഞ്ഞ ദുരന്തബാധിതനായ നൌഫലിനെ ആരും കുറ്റപ്പെടുത്തരുതെന്നും വികാരഭരിതമായി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞതിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമിക്കരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്ന അധിക്ഷേപ പരാമർശങ്ങൾ കനകോൽ ഉപദേശിച്ചു കൊടുത്ത സിദ്ധാന്തം മാത്രമാണെന്നും മന്ത്രി കെ രാജൻ ആരോപിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്കെതിരെ ഉയർന്ന വിള്ളൽ വിവാദത്തിന് വൈകാരികമായാണ് മന്ത്രി കെ രാജൻ മറുപടി പറഞ്ഞത്. താൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് മാറി നിൽക്കുന്ന ദന്തഗോപുരവാസി അല്ലാത്തതുകൊണ്ടാണ് വീട്ടിലെത്തി നേരിട്ട് പരിശോധന നടത്തിയെന്ന് കെ രാജൻ പറഞ്ഞു. ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്നൊരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവ്വവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാടിൻ്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ ദന്തഗോപുരങ്ങളിലിരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെ ഞങ്ങൾക്കില്ല. കളക്ട്രേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞു നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്നുദ്ദേശിച്ചത് നമ്മളെല്ലാവരും ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താഴുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോൾ ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? കൂലിപ്പണിക്കാരൻ എന്ന വിളി കേൾക്കാൻ അഭിമാന ബോധം മാത്രമേ ഉള്ളൂ എന്ന് മന്ത്രി രാജൻ പറഞ്ഞു. അപമാനിക്കാൻ ഉദ്ദേശിച്ച് കൂലിപ്പണിക്കാരൻ എന്ന് വിളിക്കുന്നത് അത്തരക്കാരുടെ സംസ്കാരം എന്നേ കാണുന്നുള്ളൂ എന്നും കെ രാജൻ പറഞ്ഞു. പരാതി ഉന്നയിച്ച ദുരന്തബാധിതനായ നൌഫലിനെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിക്കരുത് എന്നും കെ രാജൻ ആവശ്യപ്പെട്ടു. ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിൻ്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ അടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. നൌഫലിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് കെ രാജൻ വിള്ളൽ പരിശോധിച്ചത് എന്നും നൌഫലിനോട് മന്ത്രി മാപ്പ് പറയണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. തൊട്ടടുത്ത വീടുകളിലും വിള്ളൽ ഉണ്ടായിരുന്നെങ്കിലും മന്ത്രി അവിടെ പരിശോധന നടത്തിയില്ല. ദുരന്തബാധിതരെ മുൻനിർത്തി രാഷ്ട്രീയം പറഞ്ഞതും അപമാനിച്ചതും ശരിയായില്ലെന്നും OJ ജനീഷ് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയത് നൌഫലുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. നൌഫലുണ്ട് ഉള്ള വീട്ടിൽ മാത്രമാണ്. തൊട്ടപ്പുറത്ത് 87 നമ്പർ വീടുണ്ട്, അവിടെയും ലീക്കേജ് ഉണ്ട്. പക്ഷേ ആ വീടിൻ്റെ ഉടമസ്ഥനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടെ പ്രവേശിച്ചില്ല. കണ്ണയ്യൻ എന്ന് പറയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിന് ലീക്കേജ് ഉണ്ട്, പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടേക്ക് പ്രവേശിച്ചില്ല. എന്നാൽ DYFIക്കാരൻ ചെയ്തെന്നില്ല. അങ്ങനെയാണോ? നൌഫലിൻ്റെ വീട്ടിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു കോൺഗ്രസ്സുകാരനായ നൌഫലിൻ്റെ വീടിന് ചോർച്ചയുണ്ടാകും, അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് രാഷ്ട്രീയം പറയുമ്പോൾ
വയനാട് പോലെ ഈ പ്രയാസം അനുഭവിച്ച ജനങ്ങൾക്ക് മുമ്പിൽ, ദുരന്തബാധിതരായ ജനങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞതും അവരെ അപമാനിച്ചതും അവരെ അവഹേളിച്ചതും ശരിയായില്ല എന്ന അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. കെട്ടിട നിർമ്മാണത്തിന് തൃശ്ശൂരുകാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്നായിരുന്നു കെ രാജനെ പരിഹസിച്ചുകൊണ്ടുള്ള ചാണ്ടി ഉമ്മന്റെ ഇന്നലത്തെ വിവാദ പ്രസ്താവന. അതൊന്നുകൂടെ കാണാം. മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളാരും പറഞ്ഞതല്ല, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിൻ്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാണ്. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. അടുത്ത മുഖ്യമന്ത്രി, അടുത്ത UDF സർക്കാർ അതെല്ലാം അന്വേഷിക്കുന്നതായിരിക്കും. സത്യം പുറത്തു വരും. എങ്ങനെയാണ് ഇത്രയും വീക്കായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഉണ്ടാക്കുന്നവരാലോചിച്ചാൽ മതി. എനിക്ക് ഈ ചാണ്ടി ഉമ്മനും OJ ജനീഷും കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതായത് അവർക്കൊരു ഒറ്റ വീട് പോലും ഉണ്ടാക്കി കൊടുക്കാനോട്ട് പറ്റില്ല. ഇതാ ക്രാക്ക് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ചാടിയൊക്കെ വീഴുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കാലത്തുള്ളതിനേക്കാൾ വലിയതായിട്ടാണ് OJ ജനീഷ് പോകുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു. കോമഡിയായിട്ട് എനിക്ക് അവരുടെ കാര്യം തോന്നിയത്. എന്താ വർഷം തോന്നുന്നത്? അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് നൗഫൽ പറഞ്ഞത്, നൗഫലിനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ദുരന്തത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു എത്രയും പെട്ടെന്ന് ആ പുനരധിവാസം സാധ്യമാവുകയും കിട്ടുന്ന ഏറ്റവും മികച്ച വീട്ടിൽ താമസിക്കാൻ കഴിയുകയും ചെയ്യണം. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ചില ആശങ്കകളുണ്ടാവും, അത് സ്വാഭാവികമാണ്. പിന്നെ അദ്ദേഹം ഈ നിർമ്മാണ വിദഗ്ധനൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്ഷപാതിത്വമൊക്കെ ഉണ്ടാവും. ഇതെല്ലാ മനുഷ്യരും ഇപ്പോൾ ദുരന്തത്തിൽപ്പെട്ടവരെല്ലാം ഇന്ന പാർട്ടിക്കാരായിരിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. രാഷ്ട്രീയ പക്ഷപാതിത്വം ഉണ്ടാവും. സ്വാഭാവികമായും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇപ്പം ഓരോ വ്യക്തിയും അവനവന് സാധാരണ ഒരു നാട്ടിൻ പുറത്തൊരു പ്രശ്നമുണ്ടായാൽ ആദ്യം സമീപിക്കുക അവൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയാണ്. നൗഫൽ ചിലപ്പോൾ ആ മട്ടിൽ സമീപിച്ചിട്ടുണ്ടാകാം. കോൺഗ്രസ് നേതൃത്വത്തോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. അല്ലെങ്കിൽ UDFൻ്റെ ഏതെങ്കിലും നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെയൊരു പ്രശ്നം ഞാനവിടെ നോക്കുമ്പം കാണുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിന് ഇതിപ്പോൾ പരിശോധനയാണോ വാട്ടർ പോണ്ടിങ് ആണോ എന്നൊന്നും അദ്ദേഹത്തിനും അറിയാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കോൺഗ്രസ് നേതാക്കൾ അതൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദയാണത്. കാരണം ഇത്തരം സാഹചര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകാവുന്ന ചില വിവാദങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊക്കെ ഉണ്ടാവാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊക്കെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെല്ലാം അതിൻ്റെ സ്വാഭാവികതയോടെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഈ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വളരെ തിടുക്കപ്പെട്ട് ഈ ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അത് ഉദ്ഘാടനം നടത്തുന്നതും ഈ സർക്കാർ ഞങ്ങൾ വാക്ക് പാലിക്കുന്നവരാണ് എന്ന് പൊതുസമൂഹ മധ്യത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു നീക്കം തന്നെയായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതെല്ലാം അങ്ങനെ സംഭവിക്കും. പക്ഷേ ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം പെട്ടിയിലിരിക്കുകയാണ്, നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ നേതാക്കന്മാരൊക്കെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് അറിയാനുള്ള വിഷയമാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അലമ്പുണ്ടാക്കുന്നത് ഒട്ടും മര്യാദയല്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. പിന്നെ അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ ആ കാരണം എന്നുള്ള നിലയ്ക്ക് ഞാൻ കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ UDF നേതൃത്വത്തിന് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് UDF ആണെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. അതായത് നമ്മളിതാ സർക്കാർ രൂപീകരിക്കാൻ പോകണം. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി കാര്യത്തിൽ പോലും ഈ തർക്കങ്ങളും ചർച്ചകളും ഉണ്ടാകുന്നത്. അപ്പോൾ സർക്കാർ രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ സർക്കാർ എല്ലാം നന്നാക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. കാരണം അവിടെ മൊത്തം നാശമായിരുന്നു. ഇവർ വേണ്ട രീതിയിലൊന്നും അല്ല ചെയ്തത്. ഞങ്ങളുടെ സർക്കാർ വന്നു വൃത്തിയാക്കി. കാരണം ഇതൊരു വലിയ മെഗാ പ്രോജക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു വലിയ ഭാവനയായിരുന്നു അത്. ഇങ്ങനെ ഒരു വലിയ ടൗൺഷിപ്പ്, അതും ആ കൽപ്പറ്റ ടൗണിനോട് ചേർന്നുള്ള പ്രദേശത്ത്, ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള ഒരു മേഖലയിൽ, അവിടെ ഏറ്റവും വില കൂടിയ പ്രദേശത്ത്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ മുഴുവൻ പറയുന്നത് അവിടെ 10 ലക്ഷം സെൻറ്റിന് വിലയുണ്ട് കൽപ്പറ്റയിലെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ 7 സെൻറ്റ് കൊടുക്കുമ്പോൾ 70 ലക്ഷം രൂപ ആ സ്ഥലത്തിന് മാത്രമായി അങ്ങനെ കണ്ണായ ഭൂമി കൊടുത്ത് അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും, അവിടെ ഈ പറയുന്ന കിൻഡർ ഗാർഡനും നഴ്സറികളും, അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാളുകളും മറ്റ് എല്ലാ സംവിധാനങ്ങളും ചേർന്നാണ് ഒരു ഇത് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണക്ക് പറയുമ്പോൾ പോലും ഈ 15 ലക്ഷത്തിൻ്റെ വീടേ ഉള്ളൂ, അത് 25 ലക്ഷത്തിന് പണിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുമ്പോൾ പോലും വസ്തുത എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ. കാരണം ഈ വീടിൻ്റെ ഈ സ്ട്രക്ചർ ഉണ്ടാക്കി വയ്ക്കുകയല്ല അടിസ്ഥാനപരമായി അവിടെ ചെയ്യുന്നത്. അതിനപ്പുറത്ത് എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ആ ടൗൺഷിപ്പ് പൂർത്തിയാകുന്നത്. അങ്ങനെ വലിയൊരു ഭാവനയാണ്. ഇതിൻ്റെ ഒരു
എല്ലാ കെട്ടിടങ്ങളും പൂർത്തിയായതിനു ശേഷമുള്ള ആ വീട് ആ ടൗൺഷിപ്പ് ഒന്ന് സങ്കല്പിച്ച് നോക്ക്. അത്ര ഗംഭീരമായ ഒരു പ്രോജക്റ്റ് ആയിരിക്കും. ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇതിൻ്റെ അവകാശം എല്ലാവർക്കും വേണം. ഇപ്പോൾ ഇതിൻ്റെ അവകാശം എല്ലാവർക്കും വേണം. ആദ്യം പലതും പറഞ്ഞു, ശരിയാണ്, കാരണം സർക്കാരിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി CMDRFിലേക്ക് കണ്ടുകൊടുക്കരുതെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളുമൊക്കെ നടന്നു. പക്ഷേ അന്തിമമായി ആ ഭാവന യാഥാർത്ഥ്യമാവുകയും അത് പൂർത്തിയാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പങ്കാളിത്തം എല്ലാവർക്കും വേണം. ആ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതായത് UDFൻ്റെ സർക്കാരാണ് രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ അന്തിമമായി പൂർത്തിയാകുമ്പോൾ ഇത് ഞങ്ങളുടെ പദ്ധതി എന്ന് പറയാൻ കഴിയണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഇപ്പോഴും ഈ പട്ടിക പൂർത്തിയായിട്ടില്ല എന്നുള്ള, അതായത് ഈ പുനരധിവാസിപ്പിക്കേണ്ട ആളുകളുടെ പട്ടിക പൂർത്തിയായിട്ടില്ല എന്നുള്ളത് അടക്കമുള്ള പല കാരണങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഭൂമി വേണമെങ്കിൽ ബാക്കിയുണ്ട്. കാരണം വലിയ വിശാലമായ പ്രദേശമാണല്ലോ ഉള്ളത്. 10-12 ഹെക്ടർ സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനിയും ചില സാധ്യതകൾ ബാക്കി നിൽക്കുകയാണ്. കുറേ ആളുകളെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അതിനെല്ലാം വേണ്ട ഒരു പശ്ചാത്തലമൊരുക്കലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ അതായത് അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അലമ്പുണ്ടാക്കാൻ പാടില്ല. കാരണം ഇതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. അവിടെയുള്ള മാധ്യമപ്രവർത്തകർ 90% പേരും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടില്ല. ഇതൊരു വസ്തുതയാണ്. അതായത് നമുക്കിപ്പം സനീഷ് ഇപ്പം ഈ സ്ഥാപനത്തിൻ്റെ ന്യൂസ് ഡയറക്ടറൊക്കെ ആണല്ലോ, വലിയ പുള്ളിയാണല്ലോ. പക്ഷേ സനീഷിന് അറിയാമോ വാട്ടർ പോണ്ടിങ് എന്താണെന്ന്? ഇതിനു മുമ്പ് അറിയാമായിരുന്നു? ഇത് കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്? എനിക്കറിയില്ലായിരുന്നു. ഞാനത് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിർത്തി പല കെട്ടിടങ്ങളുടെ മുകളിൽ കിടന്നിട്ടുണ്ടെങ്കിലും രണ്ടാമത് നമ്മൾ ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. നമ്മളെന്താണ് ആലോചിക്കുന്നത്? അത് ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് നനയ്ക്കുന്ന പോലെ എന്തോ ഒരു ഇടപാട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല കെട്ടിടങ്ങളുടെ മുകളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇവർ ഈ പരിഹസിക്കുന്ന മട്ടിൽ ഈ ഘട്ടത്തിൽ ഇവർ കോൺഗ്രസ്സുകാർ പരിഹസിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ ഊരാളുങ്കലിന് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും ഈ പറയുന്ന ഉപാധികളില്ലാത്ത പ്രോജക്റ്റുകൾ അനുവദിക്കാൻ തക്കവണ്ണം അവർക്കുള്ള ഈ മറ്റ് നിബന്ധനകളെല്ലാം മറ്റ് സ്ഥാപനങ്ങൾക്കുള്ള നിബന്ധനകൾ പലതും എടുത്തു കളഞ്ഞതും ഓക്കെ. അതായത് അതിന് ടെൻഡർ വിളിക്കാതെ തന്നെ അവർക്ക് പ്രോജക്റ്റ് കൊടുക്കാമെന്നുള്ള നിലയ്ക്കുള്ള തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അത് ഇവർ CPMൻ്റെ സൊസൈറ്റി ആയതുകൊണ്ട് തീരുമാനിച്ചതാണോ? പിന്നെ CPIMൻ്റെ സൊസൈറ്റി എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇത് വാഗ്ഭടാനന്ദൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി. അപ്പോൾ ആ ഊരാളുങ്കൽ സൊസൈറ്റി തൊഴിലാളികളുടെ സംഘടനയാണ് എന്നുള്ളത് വാസ്തവമാണ്. പല കാലങ്ങൾ കൊണ്ട് അതിനകത്ത് ധാരാളം CPIMകാരുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്നുള്ളത്. അതിൽ ധാരാളം തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംഗതി എന്നുള്ളത് കൊണ്ട് തന്നെ CPIMൻ്റെ പ്രവർത്തകർ പലരും ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അവർക്ക് എല്ലാ സൊസൈറ്റികളും അങ്ങനെയല്ലേ നാട്ടിൽ? സൊസൈറ്റികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കാറില്ലേ? ഇവരും കുറച്ച് ആളുകളെയൊക്കെ ചേർത്ത് ഇവർക്ക് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ അത് പിടിച്ചെടുത്തുകൂടെ? ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ ഒരു സൊസൈറ്റിയുടെ അധികാരം ആർക്കാണെന്ന് നിശ്ചയിക്കപ്പെടുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റവും ശ്ലാഘനീയമായ നിലയിൽ എല്ലാ പ്രോജക്റ്റുകളും ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഈ UDF സർക്കാർ മാറി ഈ LDF സർക്കാർ മാറി UDF സർക്കാർ വന്നാലും ഉമ്മൻചാണ്ടി പരിഗണിച്ചതുപോലെ ഇവരെ പരിഗണിക്കും. അല്ലാതെ ഇവിടെ ഈ പറഞ്ഞത് പാലാരിവട്ടം പാലം പണിതവരെ പരിഗണിക്കുമോ? ഇനി പരിഗണിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അതിൽ അഴിമതി ഉണ്ടാവണം. ഈ അഴിമതിയില്ലാതെ ഒരു പദ്ധതി പൂർത്തിയാക്കുന്ന പ്രസ്ഥാനമായി ഊരാളുങ്കലിനെ കരുതുന്നത് കൊണ്ടാണ് ഇത് ഇവർ അനുവദിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധം ഇവർക്ക് ഉണ്ടാവണമായിരുന്നു. ഇപ്പോൾ 80 തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണമേന്മ പരിശോധന നടത്തിയിട്ടാണ് ഈ കെട്ടിടങ്ങൾ കൈമാറാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ സാധ്യതയെല്ലാം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിശോധനയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ചോർച്ച ഇവർ കണ്ടെത്തുന്നു, അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അത് മിനിമം അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ നിലയ്ക്കാണ് ഇവർ പ്രതികരിക്കേണ്ടത്. ഇതിപ്പോൾ എന്താണ് ജാള്യത മറച്ചു വയ്ക്കാനുള്ള പല അഭ്യാസങ്ങളിലൊന്നുകൂടിയാണിത്. അതായത് ആദ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ ജനീഷിനെ ഈ കുഴി കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം ആ സമയത്ത് DYFI പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ അതിൻ്റെ ഇരട്ടി അതുക്ക് മേൽ പ്രഖ്യാപിച്ചതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പ്രഖ്യാപിച്ചതല്ലാതെ ആ കാശ് പിരിച്ചെടുക്കാനുള്ള പണി അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാശിൻ്റെ കണക്ക് മര്യാദയ്ക്ക് മനുഷ്യന് ബോധ്യമാവുന്ന രീതിയിൽ മേശപ്പുറത്ത് വെച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭ്യാസമൊക്കെ കാണിച്ച് ഇറങ്ങിപ്പോയി. പാവം OJ ജനീഷിൻ്റെ തലയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ജനീഷിന് എന്താ പറയാൻ കഴിയുക? ജനീഷിന് എന്താ പറയാൻ കഴിയും? ഊരാക്കുടുക്കിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ജനീഷ് എന്താ പറയുന്നത്? ഞങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുമെന്നല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. കോൺഗ്രസ് നേതൃത്വം എന്താ പറയുന്നത്? ഞങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കും. കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സാമാന്യ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്ക്. എന്തായിരുന്നു VD സതീശൻ പറഞ്ഞത്? ഞങ്ങൾ അവിടെ പണി ആരംഭിച്ചിരിക്കുന്നു എന്നല്ലേ? മലയാളം അല്ലേ കേട്ടത് നമ്മളെല്ലാവരും? പണി ആരംഭിച്ചിരിക്കുന്നു എന്നല്ലേ?
തൊട്ടടുത്ത നിമിഷം പിന്നീട് അത് മാറ്റുക എന്നുള്ളതല്ലേ സംഭവിക്കുന്നത്. അവിടെ പോയിട്ട് ഞാൻ കേട്ട റിപ്പോർട്ട് ആദ്യം അവിടെ പോയിട്ട് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ അവിടെ ചെന്ന് നിന്നിട്ട് ഇതാണ് പണി ആരംഭിച്ചു എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് എന്ന് പറയുമ്പോഴാണ് ഞാനത് കാണുന്നത്. നമ്മുടെ റിപ്പോർട്ടറല്ലേ, മാതൃഭൂമിയുടെ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അവിടെ എങ്ങും ഒരു പണി ആരംഭിച്ചിട്ടില്ല. മറ്റേ സമ്മറിൻ ബേത്ത്ലഹേമിലെ മറ്റേ ഫാം ഉണ്ടല്ലോ, മറ്റേ ജയറാമിൻ്റെ ഫാം, അതുപോലെയാണ്. ഗേറ്റ് അങ്ങ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാം പോലെ ഇങ്ങനെ കിടക്കുക എന്നല്ലാതെ അവിടെ ഒരു കുറ്റി നാട്ടിയിട്ടില്ല. ഇതാണ് വസ്തുത. അപ്പോൾ എന്നിട്ടും അവിടെ കെട്ടിടം എല്ലാം പണി ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ കിടന്ന് ഉരുണ്ട് ആ കടമ്പ അങ്ങ് കടത്തി തൽക്കാലം, തെരഞ്ഞെടുപ്പ് എന്നുള്ള കടമ്പ. ഇനി ചോദിക്കണ്ടേ, നമ്മൾ ചോദിക്കണ്ടേ, നാട്ടുകാർ ചോദിക്കണ്ടേ, എവിടെ കെട്ടിടം എവിടെ? ഇനിയായാലും അത് പണി പൂർത്തിയാക്കി കൊടുക്കണ്ടേ അവർക്ക്? ഇവർ ഈ പറയുന്ന സർക്കാരിൻ്റെ കെട്ടിടങ്ങളോടുള്ള ചോദ്യം കർശനമായി ഉയരണം. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. നൗഫലിനെ പോലുള്ളവർ അത് ചോദിക്കണം. ആ ചോദ്യങ്ങൾ നമ്മൾ നാട്ടുകാരെ കാണിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ കെട്ടിടങ്ങൾ ഈ പിരിച്ച കാശിൻ്റെ കണക്ക് മര്യാദയ്ക്ക് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കെട്ടിടം പണി പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിൽ ആരൊക്കെയാണ് ഗുണഭോക്താക്കളിൽ നിന്ന് നാട്ടുകാരോട് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നും ചെയ്യാതെ, ആ ചെയ്യേണ്ട പണി ചെയ്യാതെ, ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിടന്ന് കൈയും കാലും ഇട്ടടിച്ച് ഓരോ അഭ്യാസം കാണിക്കുന്നതായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അത്രേ ഉള്ളൂ, അത്ര തന്നെയുള്ളൂ. അതെല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു കാര്യമുള്ളത് ഹർഷ, അതായത് ഈ നേതാക്കളോട് എന്ന് വെച്ചാൽ ഏത് നേതാക്കളോടും, കോൺഗ്രസിൻ്റെയും BJPയുടെയും ഏത് നേതാക്കളോടും ചെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായിട്ട് സംസാരിച്ചാൽ അവർ എല്ലാം ഇത് ഗംഭീരമായ പരിപാടിയാണെന്നേ പറയൂ. കാരണം നമ്മുടെ കേരളം കണ്ടിട്ടില്ല ഇങ്ങനെയൊരു നിർമ്മാണ പ്രവൃത്തി. ഹർഷന് ഓർമ്മ ഉണ്ടാവും, അതായത് പണ്ട് MK മുനീർ ഈ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഒരു പാലം ഉണ്ടാക്കിയപ്പോൾ സമയനിഷ്ഠമായിട്ട് പൂർത്തിയാക്കിയാൽ മോതിരം തരും എന്ന് പറഞ്ഞു. എന്നിട്ട് മോതിരം കൊടുത്തു, വക്കം പുരുഷോത്തമൻ. അപ്പോൾ അങ്ങനെ, അതായത് എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ട്രെച്ച് പാലമാണ്. കുറേ കാലം അത് മോതിര വഴി, ചെറിയൊരു സ്ട്രെച്ച് അണ്ടർപാസ്സാണ്. അത് കൃത്യസമയത്ത് നിർമ്മിച്ചതുകൊണ്ട് മോതിരം കൊടുക്കുക എന്ന് വെച്ചാൽ നടക്കില്ലായിരുന്നു. അങ്ങനെ അതൊരു അത്ഭുതമായിരുന്നു ഈ നാട്ടിൽ. അങ്ങനെ സമയത്ത് കാര്യം നടത്തുക എന്നുള്ള അത്ഭുതമായതുകൊണ്ട് സ്വർണ്ണ മോതിരം നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ സംഭവമുള്ള നാട്ടിലാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഇത്ര മനോഹരമായിട്ട് ഈ കാര്യം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ സാമാന്യ ബോധം കൊണ്ട് കാര്യങ്ങളെ അളക്കുന്ന മുഴുവൻ മനുഷ്യർക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതൊരു അതിഗംഭീരമായിട്ടുള്ള സംഭവമാണ് എന്ന് തന്നെ പറയൂ. എനിക്ക് യാതൊരു സംശയക്കാര്യത്തിലില്ല. നിങ്ങൾ അസാധ്യമായുള്ള രാഷ്ട്രീയ അന്ധത കൊണ്ടല്ലാതെ ഇതൊരു കുഴപ്പം പിടിച്ച പ്രൊജക്റ്റാണ് എന്ന് പറയാൻ അത്രയ്ക്ക് രാഷ്ട്രീയ അന്ധത വേണം. എന്നിട്ട് ഇവരിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂര്യനെ പഴമുറം കൊണ്ട് മറക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ സൂര്യനെ മറക്കാൻ ഇങ്ങനെ മുറം കൊണ്ട് മറക്കുക, നമ്മുടെ മുഖത്തോട് ചേർത്ത് വെച്ചാൽ കാണില്ല എന്നല്ലാതെ സൂര്യനെ പഴമുറം കൊണ്ട് മറക്കാൻ പറ്റില്ല. ഈ പദ്ധതിയുടെ ഗരിമയെ, ഗാംഭീര്യത്തെ, അതിൻ്റെ കൃത്യനിഷ്ഠമായിട്ട് പോയിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് അതിലേക്ക് എത്തിച്ചേർന്നതിനെ ഇവരാര് വന്ന് എത്ര മത്സരിച്ചാലും അത് മറക്കാൻ പറ്റില്ല. അത് അവിടെ ഉണ്ട്, അത് ആളുകൾ താമസിക്കും, മനുഷ്യർ അതിനകത്ത് താമസിക്കുകയും അവിടെ ഒരു ടൗൺഷിപ്പായിട്ട് വരികയും അതിനകത്ത് മനുഷ്യരുടെ ജീവിതം തളിരിടുകയും അവരതിനകത്തോട് മുന്നോട്ട് പോവുകയും ഇപ്പോൾ 10 ലക്ഷമാണ് ആ ഭൂമി സ്ഥലമുള്ളതെങ്കിൽ 10-100 ലക്ഷമായിട്ടും വർദ്ധിച്ച് അതൊരു വലിയ പ്രദേശമായിട്ട് മാറും. നമ്മുടെ കൺമുന്നിലൂടെ അതിനകത്ത് മാറും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇവർ കരുതുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ അങ്ങ് വലുതാക്കിയാൽ, ഭീമാകരമാക്കിയിട്ട് പർവ്വതീകരിച്ച് കാണിച്ചാൽ ഇതിൻ്റെ ഗരിമയ്ക്ക് കുറവ് വരുത്താനാകും, തങ്ങൾ അതുവഴി രക്ഷപ്പെടും എന്നാണ് OJ ജനീഷും കോൺഗ്രസ്സുകാരും വിചാരിക്കുന്നതെങ്കിൽ സത്യത്തിൽ മറിച്ചാണ് സംഭവിക്കുക. ഞാൻ അവരോട് ഉപദേശിക്കുന്നത്, ഇപ്പം എന്നെ താഴെ ആൾക്കാർ വന്ന് പരിഹസിക്കുന്നു, നീ ആരോട് ഉപദേശിക്കാൻ. പക്ഷേ എന്നാൽ ഞാൻ അവരോട് ഉപദേശിക്കുന്നത്, നിങ്ങൾ ഈ കാര്യത്തിൻ്റെ ചെറു പാകപ്പിഴകളെ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു വീടുണ്ടാകാവുന്ന ചില കാര്യങ്ങൾ പരിഹരിച്ച് പോകാവുന്ന സംഗതികളെ പർവ്വതീകരിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രശ്നങ്ങൾ അതിനനുസരിച്ച് തന്നെ വലുതായിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പുറത്ത് ബാഹുബലി, മറ്റേ ദേവൻ ബല്ലാൽ ദേവനെ വലുതായിട്ട് പ്രതിമ ഉണ്ടാക്കിയാൽ അപ്പുറത്ത് ബാഹുബലിയുടെ പ്രതിമ അതേക്കാൾ വലുപ്പത്തിൽ വരും എന്ന് പറയുന്നത് പോലെ ഇവരിതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് വലിയ കുഴപ്പമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളെ വീട് എവിടെയാണ് നിങ്ങളുടെ വീട്, നിങ്ങൾ പിരിച്ച പണം എവിടെയാണെന്ന് പറഞ്ഞാൽ അവരുടെ പർവ്വത സമാനമായിട്ടുള്ള, ഇവരുടെ മുട്ടുസൂചി സമാനമായിട്ടുള്ള ചെറിയ വീഴ്ചയെ, അത് പരിഹരിക്കാവുന്ന വീഴ്ചയെ ചൂണ്ടിക്കാണിച്ച് ഇവർ ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ പർവ്വത സമാനമായിട്ടുള്ള വീഴ്ച എന്ന് വെച്ചാൽ വീടായിട്ടില്ല, വീഴ്ച എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അത് കൂടുതൽ വലുതായിട്ട് വരികയാണ് ചെയ്യുക എന്ന കാര്യം ഇവർ മറക്കണ്ട. അതുകൊണ്ടാണ് OJ ജനീഷൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു യുവനേതാവായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. പക്ഷേ ചാടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ നൗഫൽ അത് പറയുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ എൻ്റെ വീടാണെങ്കിൽ ഞാൻ പറയും, എൻ്റെ വീടിൻ്റെ മുകളിൽ എനിക്കറിയില്ല ഇത് ക്രാക്കാണോ മറ്റേതാണോ മറിച്ചാണോ, എൻ്റെ വീട് ഇങ്ങനെ വന്ന് കിട്ടിയിരിക്കുന്ന ഒരു വീട്, ജീവിതത്തിന് ഒരുപാട് വലിയ ദുരന്തം ഉണ്ടായിട്ടൊരു വീട് കിട്ടുമ്പോൾ മറ്റു വീടുകൾക്കൊന്നും ഇല്ലാത്ത ഒരു സംഗതി അതിൻ്റെ മുകളിൽ കണ്ടാൽ ഞാൻ ബുദ്ധിമുട്ടാകും. അത് സ്വാഭാവികമാണ്, അത് ആളുകൾ പരാതിപ്പെടും. ആ പരാതി മാന്യമായിട്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ബൈറ്റ് അദ്ദേഹത്തിനെ കണ്ടതാണ്. അദ്ദേഹം ആവർത്തിച്ച് മാധ്യമപ്രവർത്തനം ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും അങ്ങോട്ടും കൊണ്ട് വിട്ടുപോകാനേ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ആളുകൾ വന്ന് ഇതൊരു വലുതാക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇത് വലുതായിട്ട് തോന്നുകയും അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്ഷപാതിത്വത്തിനകത്ത് ഉണ്ടായിരിക്കാം, അദ്ദേഹം ഇത് കുറച്ച് കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വീട് ഇത്രയും ആളുകൾക്ക് കൊടുത്തിട്ട് ആ വീടിന് എന്തെങ്കിലും കുഴപ്പത്തോടുകൂടി കൈമാറാൻ ഇത്രയും ചെയ്ത സർക്കാർ തയ്യാറാകുമോ, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി K. രാജൻ തയ്യാറാകുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിനകത്ത് അത്ര
സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അതിനകത്ത് ഇങ്ങനെ വന്ന് ചാടി വീണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ശരിയാണ് ഹർഷ, അതായത് ഈ വയനാട്ടിലെ പണം ഇവിടെ നിങ്ങൾ മുക്കിയില്ല എന്നുള്ള പാട്ടായിരുന്നല്ലോ ഏറ്റവും വലുതായിട്ട് വന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നത്തിലേക്ക് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോരാട്ട കാലത്താണെങ്കിൽ ഇവർ ഓടി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെ ഒരു സാഹചര്യമില്ല. നമ്മൾ ഇനി അങ്ങോട്ട് കേരളത്തെ ഒന്നിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആര് വന്നാലും എന്ന് കരുതേണ്ടുന്ന ഒരു സമാധാന രാഷ്ട്രീയ അന്തരീക്ഷം. വലിയൊരു പോരാട്ടം കഴിഞ്ഞു, എല്ലാവരും അവരുടെ വീടുകളിലേക്ക് മടങ്ങി. അപ്പോൾ കുറച്ച് സൗമനസ്യത്തോടുകൂടി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പരസ്പരം ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കളും പ്രതിനിധികളും ഒക്കെ ആണെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവമാണെന്ന് കണ്ട് ഒന്നിച്ചൊരു സമവായത്തോടെ പോകേണ്ടതിന് പകരം അവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. എന്തിനാണത് അവർ ചെയ്തത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഭരണപക്ഷത്തുള്ള CPM അണികളോടും പ്രവർത്തകരോടൊക്കെ ഒരു തോന്നൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇത്രമാത്രം വലിയ ബഹളം ഉണ്ടാകുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? നിങ്ങൾ നിർമ്മിച്ച സർക്കാർ, CPI നേതൃത്വം നൽകുന്ന ഈ സർക്കാർ നിർമ്മിച്ച വീടുകൾ അവിടെയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എല്ലാ കാലത്തേക്കും അത് വളരെ സന്തോഷകരമായ മറ്റിതര സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയായിട്ടുള്ളൊരു സംഗതിയായിട്ട് അവിടെ ഉണ്ടാകും. അവിടെ ആളുകൾ താമസിക്കും, അവരുടെ ജീവിതം തളരിടും. അപ്പോൾ അത് എന്നേക്കും കാണാനായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കൃത്യസമയം പാലിച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെച്ച ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആ ടൗൺഷിപ്പ് പ്രൊജക്റ്റ് അവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ ബഹളം വെച്ചിട്ട് ആളുകളെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ തല്ല് നടക്കുന്ന ഈ സമയത്ത്? അത് വേണ്ടതില്ല. സത്യത്തിൽ കെ രാജൻ പോയിട്ട് അവിടെ ഇങ്ങനെ പരിശോധന നടത്തേണ്ടത് പോലും ആവശ്യമുണ്ടായിരുന്നോ എന്ന് സംശയമുള്ള ആളാണ് ഞാൻ. അദ്ദേഹം ചെയ്തത് അവിടെ കാണാനുണ്ട്. അദ്ദേഹം ചെയ്തത് എത്രമാത്രം ഗംഭീരമായിട്ടാണ്. കെ രാജൻ എന്നത് സമീപകാലത്ത് നമ്മൾ കണ്ട രാഷ്ട്രീയ പ്രവർത്തകരിൽ, രാഷ്ട്രീയ നേതാക്കളിൽ എത്രമാത്രം ഒരു മഹത്തായിട്ടുള്ളൊരു കക്ഷിയാണ് എന്ന് തെളിയിക്കുന്ന എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടു. ആ മനുഷ്യർ, അതായത് ജീവിതത്തിലെ സകല സംഭവങ്ങളും പോയ ആ മനുഷ്യർ ഒന്നും രണ്ടും സമയത്തല്ലല്ലോ, അതായത് ഒരു ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളെ എന്ന പോലെ ഫിസിക്കലി പോലും ഒരു അകൽച്ചയില്ലാതെ ചേർത്ത് നിർത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ആ കെ രാജന് അവിടെ പോയിട്ട് ഈ ബെഞ്ചിൻ്റെ മുകളിൽ കയറിയിട്ട് അത് മായ്ച്ചിട്ട് തെളിയിച്ചു കൊടുക്കേണ്ടുന്ന കാര്യമില്ലാത്തതാണ്. അത് അദ്ദേഹത്തിന് വേണ്ടി ആ ടൗൺഷിപ്പ് പ്രൊജക്റ്റും ആ മനുഷ്യരുടെ ഹൃദയങ്ങളും സംസാരിച്ചു കൊള്ളും. ഇപ്പോൾ വന്നിരിക്കുന്ന എതിർപ്പ് പറഞ്ഞിരിക്കുന്ന നൗഫൽ പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അതിന് സംസാരിക്കൂ. മീൻസ് അദ്ദേഹത്തിന് അത് മനസ്സിലായിക്കോളും, വൈകിയാലും ആളുകൾ അങ്ങനെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കെ രാജൻ അവിടെ അങ്ങനെ പോയിട്ട് കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ മനുഷ്യരാണല്ലോ, ഇത്രമാത്രം ചെയ്തതാ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് തോന്നുമ്പോൾ ആരായാലും അവിടെ ചെന്ന് ഞാൻ ചെയ്ത ജോലി മോശമായി, അതും എങ്ങനെ ജോലി എന്ന നിലക്കല്ല, അതായത് ഈ മനുഷ്യർക്ക് വേണ്ടി ഉറപ്പായിട്ടും ചെയ്യേണ്ടുന്നൊരു കാര്യം എന്ന് കണക്കാക്കിയിട്ട് അത് സ്വന്തം ഒരു ജോലിയായിട്ടല്ലാതെ ഹൃദയം കൊണ്ട് ചെയ്തൊരു കാര്യത്തിന് ചീത്തപ്പേര് വരുന്നോ എന്ന് പേടിച്ചിട്ടായിരിക്കും അദ്ദേഹം അവിടെ പോയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്രയ്ക്ക് വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ടതില്ലായിരുന്നു പ്രതിപക്ഷം. അത് ആളുകൾക്ക് മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ BJPക്കാരും RSSകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും CPMകാരും CPIക്കാരും അങ്ങനെയൊന്നും അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾക്കുമെല്ലാം ഈ വീടുകൾക്കകത്ത് നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ ബോധ്യമുണ്ട് അത് സർക്കാർ നല്ല നിലക്കാണ് ചെയ്തിരിക്കുന്നത്, അതവിടെ ഉണ്ട്. ഈ മറ്റേതെങ്കിലും ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത വിധമാണിത് എന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആളുകൾക്ക് ബോധ്യമുണ്ട്. ഇനി വരുന്ന സർക്കാരുകൾക്ക് ഇതിനെ മറികടക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരികയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അതിന് തെളിവേകാൻ വേണ്ടിയിട്ട് മാത്രം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ രണ്ടാമത് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് ഈ കൂലിപ്പണി രാജൻ. പക്ഷേ കൂലിപ്പണി എന്ന് വെച്ചാൽ ഇവരെന്താ വിചാരിക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട്, കെ രാജനെ പോലെ ഒരാളോട് അയാളെ കൂലിപ്പണി എന്ന് ചേർത്ത് വിളിച്ചാൽ അയാൾ പരിഹസിക്കപ്പെടുന്നതാണോ ചാണ്ടിയുമനും ജനീഷ് കുമാറും വിചാരിക്കുന്നത്? ജനീഷ് കുമാർ വിളിച്ചില്ലെന്ന് തോന്നുന്നു. കാരണം ജനീഷ് കുമാർ അല്ലെങ്കിലും അത്ര ഒരു ചുറ്റുപാടുന്ന് വരുന്ന ആളാണ്. ജനീഷ് കുമാർ അങ്ങനെ വിളിച്ചില്ല. ജനീഷ് കുമാറില്ല, ജനീഷ് വിളിച്ചില്ല. പക്ഷേ ചാണ്ടിയുമൻ വിളിച്ചു. ചാണ്ടിയുമൻ ഇപ്പം എല്ലാവരും മുഖ്യമന്ത്രിയുടെ മക്കളായിട്ടല്ലോ ജീവിക്കുക. മനുഷ്യർ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കും. നമ്മളെല്ലാം വളരെ സാധാരണക്കാരായ ആളുകൾ, എത്രയോ TV കാണുന്ന ആളുകൾ, നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ കൂലിപ്പണി രാജൻ എന്ന് വിളിച്ചിട്ട് കെ രാജനെ അങ്ങ് പരിഹസിച്ചേക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു തവളയെ വെള്ളത്തിൽ മുക്കി കൊന്നുകളയാം, അല്ലെങ്കിൽ ഒരു മീനിനെ വെള്ളത്തിൽ മുക്കി കൊന്നുകളയാം എന്ന് വിചാരിക്കുന്ന പോലെയാണ്. ഒരു മീനിനെ വെള്ളത്തിൽ മുക്കി കൊന്നുകളയാം എന്ന് വിചാരിക്കുന്ന പോലെയല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൂലിപ്പണിക്കാരനെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. കൂലിപ്പണിക്കാരൻ അദ്ദേഹം തന്നെ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതായത് എന്നെ മുതലാളി എന്നോ മറ്റോ വിളിച്ചിരുന്ന എനിക്ക് അപമാനമായേനെ, പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ എന്ന്. ചാണ്ടിയുമൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളെല്ലാം ഒന്ന് റീവയർ ചെയ്യേണ്ടതാണ്. എല്ലാ മനുഷ്യരും മുഖ്യമന്ത്രിമാരുടെ മക്കളായിട്ടല്ല ജീവിക്കുന്നത്, സാധാരണക്കാരായ മനുഷ്യരായിട്ട്, കൂലിപ്പണിക്കാരായിട്ട്. അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഉറപ്പായിട്ടും ജയിക്കുമെന്ന്, അതുകൊണ്ട് ഫ്ലക്സ് ഒന്നും വെക്കേണ്ടതില്ല, ഞാൻ ഇങ്ങനെ ജയിച്ചോളാം സൈക്കിൾ ഓടിച്ചിരുന്ന് വിചാരിക്കാവുന്ന, അങ്ങനെ പിതൃദാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ മണ്ഡലത്തെ അനുഭവിക്കുന്ന ചാണ്ടിയുമൻ വിചാരിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന എത്രയോ മനുഷ്യർ കൂലിപ്പണിക്കാരാണ്, എത്രയോ മനുഷ്യർ കൂലിപ്പണിക്കാരാണ്. അപ്പോൾ ആ കൂലിപ്പണിക്കാരൻ എന്ന ജോലി പദവിയെ ഒരാളെ അധിക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്.
അത് ചാണ്ടി ഉമ്മന് മുതിർന്ന രാഷ്ട്രീയ നേതാവല്ലേ, അദ്ദേഹം ഇത്രയും കാലമൊക്കെ ഇതിൽ പ്രവർത്തിച്ചു വന്നല്ലേ, ഇപ്പം ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. അപ്പോൾ അത് പ്രയോഗിക്കാൻ പാടില്ല. ഞാൻ കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞൊരു ഒരാളെ അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. ഒരാളെ അധിക്ഷേപിക്കാനായിട്ട് കൂലിപ്പണിക്കാരൻ എന്ന പ്രീഫിക്സ് ഞാൻ ചേർക്കരുതായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ്. അതില്ലെങ്കിൽ അദ്ദേഹം അത് പഠിക്കാന്നേ ഉള്ളൂ. അത് വൈകിട്ടില്ല ശ്രീ ചാണ്ടി ഉമ്മൻ. അതായത് ഇതാണ് രാഷ്ട്രീയം എന്ന് അദ്ദേഹം ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും കെ രാജനും ഈ പ്രൊജക്റ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗരിമയെ അതിൻ്റെ മുകളിലേക്ക് ചെളിവാരി എറിയാം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അത് നടക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം പോലെ ഇതിനെ ചെറുതാക്കാൻ വലിയ സംഭവങ്ങൾ ചെയ്യുക എന്നത് മാത്രമേ ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർ കാണിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ആ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വലിയ സംഭവങ്ങൾ ചെയ്ത് കാണിക്കട്ടെ. അവർക്കിപ്പോൾ പറ്റിയിട്ടില്ല. കോൺഗ്രസ് എന്ന വലിയൊരു പാർട്ടിയുടെ സപ്പോർട്ട് ആകപ്പാടെ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവ് വന്നിട്ട് കല്ലിട്ടിട്ടും അവർക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിനെ ചെറുതാക്കാൻ അതിൻ്റെ മേൽ ചെളിവാരി എറിയുകയല്ല. അതുകൊണ്ടത് നിങ്ങൾ മുറം കൊണ്ട് സൂര്യനെ മറക്കുന്ന പോലെ ആകൂ. പക്ഷേ അതിനെ ചെറുതാക്കാൻ നിങ്ങൾ വലിയ സംഗതികൾ ചെയ്യൂ എന്ന് അവരോട് കേരളം പറയുന്നതാണ് അവർ കേൾക്കുക. ആ കേരളം പറയുന്ന കേരളത്തിൽ കോൺഗ്രസ്സുകാർ പോലും ഉണ്ടാകും, സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ പോലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹർഷ, നമുക്ക് അവസാനിപ്പിക്കാം. 2024 ജൂലൈ 30 പുലർച്ചെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലുണ്ടായ അതിഭീകരമായ ഒരു ഉരുൾപൊട്ടൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ്. സമാനതകളില്ലാത്ത വേദനയാണ് വയനാട് ദുരന്തം നമുക്കെല്ലാവർക്കും നൽകിയത്. ഏകദേശം 400-ലധികം ആളുകൾ മരിച്ചു എന്നാണ് കണക്കുകൾ. ഒരുപാട് ആളുകളെ ദുരന്തത്തിൽ കാണാതാവുകയും ചെയ്തു. ഒരു പ്രദേശം മുഴുവൻ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഒറ്റ നിമിഷം കൊണ്ടില്ലാതായത് ഒരു ഗ്രാമം മാത്രമല്ല, ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പ് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കൃത്യസമയത്ത് വീടുകൾ കൈമാറുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. വീടുകൾക്ക് വിള്ളലുണ്ടായി എന്ന തരത്തിലുള്ള വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് ആ മേഖലയിലെ വിദഗ്ധർ നൽകുന്ന വിശദീകരണം. കോൺക്രീറ്റ് ഉണങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഷ്രിങ്കേജ് ക്രാക്കുകൾ മാത്രമാണിതെന്നും കെട്ടിടത്തിൻ്റെ ബലത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉടമസ്ഥർക്ക് വീടുകൾ നൽകുന്നതിന് മുമ്പ് ഊരാളുങ്കലും സർക്കാരിൻ്റെ കിഫ്കോണും ചേർന്ന് പരിശോധന നടത്താനുള്ള തീരുമാനവും സ്വാഗതാർഹമാണ്. പിന്നീട് വീടുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ 5 വർഷം വാറണ്ടിയും സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വയനാടിൻ്റെ അതിജീവനത്തിൻ്റെ അടയാളമായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ മാതൃകാ ടൗൺഷിപ്പിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. അടുത്ത വിഷയത്തിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം.